പിൻപുലൻ വന്നു കഴിഞ്ഞു. എന്റെ ആരോഗ്യമുള്ള ദേഹത്തിന് മുന്നിൽ. അയ്യോ, എന്റെ ദേഹം എവിടെ പോയി? വിഡ്ഢികളായ ജനങ്ങളെ, എന്റെ ഷേഡോക്കാനെ വെച്ച് നിങ്ങളെയെല്ലാം വകവരുത്തുന്നതാണ്. ഷേഡോക്കാൻ വരൂ. മുഖം മൂടികൾ ഷാഡോക്കോണിനെ വിളിക്കണമെങ്കിൽ അവരുടെ മുഖം മൂടികൾ അവരുടെ മുഖത്തൊട്ടിയിരുന്നിരിക്കണം. ഭീമനോട് ഈ ആവശ്യമില്ലാത്ത കളികളൊന്നും വേണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി അങ്കിൾ, പറയാം. അങ്കിളിന് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ജാക്കി, ഇത് ചെയ്യണ്ട. ഹലോ മിസ്റ്റർ പിൻപുലൻ, നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ വികടനാഥനെ എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും? നിന്നെ നശിപ്പിക്കാതെ ഞാൻ വിടില്ല. നിങ്ങൾ പേടിക്കണ്ട ജാക്കി, ഈ മുഖംമൂടിയെ ഞാൻ നോക്കിക്കോളാം. മര്യാദക്ക് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുക, ഇല്ലെങ്കിൽ ഞാൻ വെറുതെ വിടില്ല. നീ ഒന്ന് ചുമ്മാതിരിക്കെ. അതിങ്ങനെ ചോദിച്ചിട്ട് നീ ഉത്തരം പറയാതിരിക്കുന്നു. നിനക്ക് എത്ര ധൈര്യം ഉണ്ടാവും? നിങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമെങ്കിൽ ഇവന്റെ ശരീരം എനിക്ക് സ്വന്തമാകണം. ഏത് ഞാനോ? എന്റെ വീരമുള്ള മുഖവും നിന്റെ ശക്തിയുള്ള ദേഹവും ഒന്നിച്ചു ചേർന്നാൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ഇല്ല 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 ഇല്ല, എനിക്ക് വേണം. ജാക്കി, അവനോട് ഭീരുവിനെ പോലെ പെരുമാറരുതെന്ന് ഭീമനോട് നീ തന്നെ പറഞ്ഞേക്ക്. ആദ്യം ആ കിഴവനോട് ഞാൻ ഭീരുവല്ലെന്നൊന്ന് പറഞ്ഞേക്ക്. രണ്ടുപേരും വഴക്ക് കൂടണ്ട. എതിർത്ത് എന്നോട് സംസാരിച്ച ഒറ്റയടിക്ക് അവനെ കൊന്നു കളയുമെന്ന് നീ തന്നെ പറഞ്ഞേക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു കാണിക്കാൻ ആ കിളവനോട് നീ തന്നെ പറഞ്ഞേക്ക്. ഒന്ന് വെറുതെ ഇരി. നമ്മൾ ഇങ്ങനെ ഓരോരുത്തരായി തമ്മിൽ തല്ലിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മുഖംമൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ. അത് കൈവിട്ട് പോയി. എങ്ങനെ? അത് മുഖംമൂടിയല്ലേ, അതിന് തനിയെ പുറത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ, പിന്നെ എങ്ങനാ? എവിടേക്ക് പോയിട്ടുണ്ടാവും? നീ എവിടേക്കാ പോയത് മോനെ? തീർച്ചയായിട്ടും അവന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ചിലപ്പോ ആരുടെയും മുഖത്ത് കയറി ഒട്ടിക്കാണുവോ? ഇവിടെ നമ്മളല്ലാതെ വേറെ ആരുമില്ല ജാക്കി. ആഹാ, നന്നായിട്ടുണ്ട് കാണാൻ. ഇത് നിനക്ക് ചേരുന്നില്ല. എടാ, നിങ്ങൾക്കുള്ളത് കഴിക്കണ. എന്താടാ? കാപ്പി കൂടെ ഗ്രാഫിക് ചെയ്യുമോ നിങ്ങള്? മുഖം മൂടി ഇപ്പോൾ അവന്റെ അടുത്തില്ല, പുറം ലോകത്തിലാണുള്ളത്. എന്നെ എടുത്ത് മുഖത്തിൽ ധരിച്ചോളൂ, ധരിച്ചോളൂ. എവിടെയെങ്കിലും മുഖംമൂടിയെ കണ്ടിരുന്നോ? എങ്ങുമില്ല. ഇല്ല. പിന്നെ എന്തിനാണ് ആ ബുദ്ധിയില്ലാത്തവൻ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞത്? ചുറ്റിയത് മതിയടോ, എനിക്ക് ക്ഷീണമുണ്ട്. നമുക്ക് പോകാമെന്നോ? പിന്തുടരൻ വന്നു കഴിഞ്ഞോ? എനിക്ക് ആരോഗ്യമുള്ള ശരീരം കിട്ടിക്കഴിഞ്ഞോ? അയ്യോ വേണ്ട, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കൂ, വിട്ടേക്കൂ. ഇനി നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരും. ഒരു ഐഡിയ. മുഖംമൂടി എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് അങ്കിളിന്റെ അടുത്തുള്ള കാർഡ് യൂസ് ചെയ്താലോ? നോക്കൂ ജൂലി, ആ ചീട്ട് ഒരു പ്രാവശ്യം മാത്രമേ മുഖംമൂടിയെ കണ്ടുപിടിക്കാൻ ഉപയോഗപ്പെടൂ. അത് കണ്ടുപിടിച്ച ശേഷം പഴയതുപോലെ ആകും ചീട്ടെല്ലാം. അങ്കിളിനോട് ലൊക്കേറ്റർ ഉപയോഗപ്പെടുത്താൻ പറയൂ ജൂലി. ജാക്കി, ശരിയായ മന്ത്രം കണ്ടുപിടിക്കുന്നതിന് ഒരുപാട് സമയം എടുക്കുമെന്ന് അവനോട് പറഞ്ഞേക്ക്. അവൻ പറയുന്ന ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഒന്ന് നിർത്തുവോ? നിങ്ങളുടെ ഈ സമാധാനക്കേട് കണ്ടിട്ട് എനിക്ക് മതിയായെന്ന് തോന്നുവാ. നിങ്ങൾ വഴക്കുണ്ടാക്കിയത് കാരണമാണ് ആ മുഖംമൂടി എല്ലാം രക്ഷപ്പെട്ടു പോയത്. ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും ആ മുഖംമൂടി എല്ലാവരെയും ദുഷ്ടശക്തികളാക്കി മാറ്റും, ഉറപ്പാ. എന്റെ ദൈവമേ, മുഖംമൂടി അഴിക്കാനുള്ള ലോഷൻ എന്റെ ഈ തന്നിട്ടില്ലെന്ന് പറഞ്ഞേക്ക് ജാക്കി. അത് കാണാതെ പോയി. വേറൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അങ്കിളിനോടൊന്ന് പറഞ്ഞേക്ക്. വന്നേക്കൂ. പിൻപുറന്ന് പേര് വെച്ചിട്ട് പിന്നാലെയാണോ പോയി ഇരിക്കാൻ പോകുന്നത്? മര്യാദക്ക് എന്റെ മുഖത്തിൽ നിന്നും കൈയെടുക്ക. മൂദേവി, മര്യാദക്ക് നിന്റെ മുഖം എന്റെ ഡിക്കിയിൽ നിന്ന് എടുക്കടാ. അല്ല, അത് അഴിക്കാൻ പറ്റുന്നില്ല.